എന്നത്തെയും പോലെ തന്നെ ഓഫീസിൽ പോകാനൊക്കെ റെഡിയായി. എൻ്റെ പുറകിൽ നിൽക്കുന്നത് സംഗീത, എൻ്റെ ഫ്രണ്ടാണ്. ആളെന്തോ ഭയങ്കര തിരക്കിലാണ്. പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് നമുക്ക് പുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് എത്തി. അപ്പോൾ രാവിലെ അങ്കിൾമാർക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഇത് നമ്മുടെ ഓഫീസിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ ഇനി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അകത്തേക്ക് പോകണം. അകത്തെത്തിയപ്പോൾ നമ്മുടെ അംഗരാജ്യത്തിൽ നിന്ന് ആകെ 2 ഭടന്മാരെ ആദ്യം എത്തിയിട്ടുള്ളൂ. അത് ലച്ചു ആണ്. ലച്ചു ഒരു ഹായ് ഒക്കെ ഇപ്പോൾ തരും. അപ്പോൾ ലച്ചു ഞാനുമാണ് ഇന്നും ആദ്യം എത്താറ്. ബാക്കിയുള്ളവരൊക്കെ എത്തും 9 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഞങ്ങളുടെ ക്യാബ് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി. ഇന്ന് നേരത്തെ തന്നെ വർക്ക് തുടങ്ങാമെന്ന് വെച്ചു. ആ പ്ലാന്റിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഡിഞ്ചുവിൻ്റെ പ്ലാന്റാണ്. ആൾ പോയെങ്കിലും ഇപ്പോഴും ഞാൻ ആ പ്ലാന്റ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇന്ന് നേരത്തെ തന്നെ വർക്ക് തുടങ്ങാമെന്ന് വെച്ചത്. ഇന്ന് മന്ത് ആയതുകൊണ്ട് നല്ല വർക്ക് ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് 3 എംപ്ലോയീസിൻ്റെ സെൻഡ് ഓഫ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ ഓഫീസിലെ എംപ്ലോയീസിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തു. നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണല്ലോ. അപ്പോൾ ആ ഒരു ഡേയിൽ എല്ലാവരുടെയും ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് സെൻഡ് ഓഫ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ എംപ്ലോയീസിൻ്റെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ. നിനക്ക് തരണോ, അപ്പോൾ സാറിന് കൊടുക്കണോ എന്താണെന്നുള്ളൊരു ഡൗട്ട്. സാറിന് അങ്ങോട്ട് നോക്കി നിൽക്കുന്നതല്ലേ, നിങ്ങൾ പോവുമല്ലോ, നിങ്ങളോട് ഞാൻ മിണ്ടൂല എന്നാണ്. നമ്മളുടെ 3 ഓണർമാരിൽ ഒരു ഓണറാണത്, സതീഷ് സാറ്. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് 3 പേര് പോവുകയാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആര് പോയാലും നമുക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇവർ പോകുന്നത് ഇവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാം. അതൊക്കെ കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്തിട്ട് വീക്കെൻഡ് ആയതുകൊണ്ട് വീട്ടിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ വഴിയിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഇത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഭയങ്കര ക്യൂ. പിന്നെ അത്രയേ ഉള്ളൂ.